പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയല്ലേ, അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള തീരുമാനവുമായി ക്രിഷ് മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് ചായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ചായ കുടിച്ചതിനെ തുടർന്ന് ചായ വായിൽ പോലും വെക്കാൻ കൊള്ളാത്ത വിധത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൺമണി മനസ്സിലാക്കുകയാണ്. പക്ഷേ എങ്ങനെയാണ് കൃഷിനെ വേദനിപ്പിക്കുക? അയാൾ വളരെയധികം സന്തോഷത്തോടെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തു തന്നതല്ലേ, അതുകൊണ്ട് തന്നെ കുടിച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അത് കഴിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കൺമണിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് അത് കഴിക്കാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ക്രിഷ് ചോദിക്കുകയാണ്, എന്താ കൺമണി, ചായ കൊള്ളത്തില്ലേ? ഇതോടെ എന്തു മറുപടി പറയണമെന്നറിയാതെ പകച്ച് പോകുന്ന കൺമണി, ഏയ് അങ്ങനെയൊന്നുമില്ല സാർ, ചായ വളരെ നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ കുടിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. പക്ഷേ കൺമണി പറയുന്നത് കള്ളമാണ് എന്നുള്ള തോന്നൽ ഉണ്ടാവുകയാണ് കൃഷിന്. ഇതോടെ കൃഷ് ചായ തനിക്ക് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കൺമണി ഇതോടെ വേണ്ട സാർ എന്ന് മറുപടി നൽകുകയാണ്. പക്ഷേ കൃഷ് ആകട്ടെ ബലം ഉപയോഗിച്ചുകൊണ്ട് ആ ചായ വാങ്ങിക്കുകയും ഇതേ തുടർന്ന് എങ്ങനെയുണ്ട് ചായ എന്ന് കുടിച്ചുകൊണ്ട് ടേസ്റ്റ് അറിയാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വായിൽ വെക്കാൻ പോലും കൊള്ളാത്ത രീതിയിലാണ് ചായ ഉണ്ടാക്കിയത് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടെ കൺമണി പൊട്ടി ചിരിക്കുകയായി. കൺമണിയുടെ മുമ്പിൽ ആകെ നാണം കെട്ടുപോകുന്ന കൃഷ് ആകട്ടെ, ഇത്രയ്ക്ക് മോശമാകും എൻ്റെ കുക്കിംഗ് എന്ന് ഞാൻ കരുതിയില്ല കൺമണി. എനിക്ക് അടുക്കളയിൽ കയറി എന്നും ശീലമില്ലല്ലോ, അതുകൊണ്ടാണ്. അത് സാരമില്ല സാർ, സാർ എനിക്ക് വേണ്ടി ഒരു ചായ വെക്കാനെങ്കിലും ശ്രമിച്ചല്ലോ, അത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. സാറിനെ പോലെ ഉള്ള ഒരാൾ എനിക്ക് വേണ്ടി ഇങ്ങനെയെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടു, അത് എന്നെ വളരെയധികം സന്തോഷത്തിൽ ആഴ്ത്തുന്ന കാര്യം തന്നെ ആണ് എന്നതാണ് സത്യം. ഞാൻ അതുകൊണ്ട് തന്നെ സാർ ചെയ്ത ഈ കാര്യം ഒരിക്കലും മറക്കില്ല. എന്തായാലും എനിക്ക് വേണ്ടി സാർ ഇത്രയെങ്കിലും കഷ്ടപ്പെടാനുള്ള മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെ വളരെ വലിയൊരു കാര്യം. കൺമണിയുടെ ഈ വാക്കുകേട്ട് കൃഷിനും സന്തോഷം ആയിരിക്കുകയാണ്. ഇതോടെ വീണ്ടും ഇനി ജോലിയുടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാലോ എന്ന് കൺമണി ചോദിക്കുകയാണ്. ആ ശരി കൺമണി, നമുക്ക് ഇനി ജോലിക്കാര്യങ്ങൾ വേഗം തീർത്തേക്കാം, അധികം സമയം ഇങ്ങനെ കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് കൃഷും പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനമെടുത്തുകൊണ്ട് അവർ എത്തുകയാണ്. ഇതേ സമയമാണ് നമ്മുടെ കൺമണിയുടെ ചേട്ടൻ്റെ സഹോദരി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനിയൊരിക്കലും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണം. കൺമണി ഇനി ഈ വീട് വിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവളുടെ ജോലിയെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യണം. അവളുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അവൾ ഇനി ഉണ്ടാകേണ്ടത് ഈ വീട്ടിൽ തന്നെയാണ്. വിവാഹം കഴിഞ്ഞാൽ വരുണിൻ്റെ വീട്ടിലും. അപ്പോൾ അവൾക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ഈ കാര്യം അവളോട് മുഖത്ത് നോക്കി പറയേണ്ടത് അച്ഛനായ നിങ്ങളുടെ ആവശ്യമാണ്. ഞാൻ പറയുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. അല്ല തന്നെ ലക്ഷ്മി, അവൾ ജോലിക്ക് പോകുന്നതിൽ എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ട്. വരുണിന് ആ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. അവൾ ഭർത്താവിൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ചല്ലേ മുന്നോട്ട് പോകേണ്ടത്, അല്ലാതെ ഒന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതോടെ കൺമണിയുടെ അച്ഛൻ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന അമ്മായിമാരാകട്ടെ
എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. കൺമണിയുടെ കാര്യത്തിൽ അങ്ങനെ അടച്ച് ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. അവളുടെ തീരുമാനം അവളാണ് പറയേണ്ടത്, അല്ലാതെ മറ്റാരുമല്ലല്ലോ. അവൾ അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ധനലക്ഷ്മിയാകട്ടെ, ഞാനെടുത്ത തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഈ വിവാഹം ആരൊക്കെ എതിർത്താലും നടക്കുക തന്നെ ചെയ്യും. അത് ഈ ധനലക്ഷ്മിയുടെ വാക്കാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഇതേ സമയമാണ് ബലരാമനെ ഞെട്ടിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് ബലരാമന്റെ അമ്മ ഉടൻ തന്നെ കൺമണിയെ ഈ ഗ്രൂപ്പിലേക്ക് എത്തിക്കണമെന്നും അവളാണ് ഇനി കമ്പനിയെ നയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നത്. ഇത് ബലരാമന്റെ പ്രതീക്ഷകൾക്കും പുതിയ തിരിച്ചടിയാകുന്നു. ഒടുവിൽ സുമിത്രയെ അനുസരിക്കാൻ ബലരാമൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും മനോജിനെ ചെന്ന് കണ്ട് വീണ്ടും പ്രഷർ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.